ഓൾ, അസ്സാം വലൈക്കും. ക്യാമിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഫിസ മോൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള റോസ് ബോൾ ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നുണ്ട്. മോൾക്കിപ്പോൾ 2 വയസ്സായി. അപ്പോൾ 2 വയസ്സിൻ്റെ മെഷർമെൻറ്റിലാണ് കാണിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലത്തേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത പോർഷനും ബാക്കിലത്തേക്ക് സിബിനോ ഹുക്കിനോ കണക്കാക്കി ഓപ്പൺ ആയിട്ടുള്ള പോർഷനുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മോളുടെ യോക്കിൻ്റെ അളവെന്ന് പറയുന്നത് 9 ഇഞ്ചാണ് ബോഡിയുടെ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഷോൾഡർ 4 ഇഞ്ചും ചെസ്റ്റ് വന്നിട്ട് 6 ഇഞ്ചും പിന്നെ കൈക്കുഴി വന്നിട്ട് 4 ഇഞ്ചും ബോഡി ഷേപ്പ് 5.5 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മേളയിൽ നിന്ന് താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് നെക്ക് ലെങ്തിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മളവിടെ സ്ട്രാപ്പാണ് കൊടുക്കുന്നത്. അത് ചെറിയൊരു തിൻ സ്ട്രാപ്പാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ അറ്റത്തുനിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അപ്പുറത്തെ ഫോൾഡഡ് സൈഡ് ഓപ്പൺ സൈഡൂടെ വരുന്നിടത്തും നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു ചെറിയ കർവ് കൊടുക്കുക. കാരണം നെക്കിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ കർവ് കൊടുക്കുന്നത്. ഞാൻ 3 ഫാബ്രിക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒന്ന് മെയിൻ ഫാബ്രിക്, പിന്നെ അതിൻ്റെ അടിയിലത്തേക്ക് ഒരു സാറ്റിൻ, പിന്നെ അതിൻ്റെ കൂടെ ഒരു കോട്ടൺ ലൈനിങ്. ഇനി നമുക്ക് താഴത്തെ പോർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. താഴത്തെ പോർഷൻ വന്നിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്ന പോർഷൻ താഴെയും 2 ഓപ്പൺഡ് വശം ജോയിൻ്റ് ചെയ്തിട്ട് മേളിലത്തേക്കുമാണ് എടുക്കുന്നത്. അതായത് ഫുൾ ലെങ്ത്ത് നമ്മൾ എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് നമുക്ക് ഇറക്കം വേണ്ടത്, ഗൗണിൻ്റെ താഴത്തെ പോർഷൻ വേണ്ടത്. ഇപ്പോൾ 23 ഫുൾ ലെങ്ത് എന്നുണ്ടെങ്കിൽ സ്കേർട്ടിൻ്റെ ലെങ്ത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി 23 + 23 നമ്മൾ എത്രയാണോ അതാണ് ലെങ്ത്ത്. 2.5 മീറ്റർ മെറ്റീരിയലാണ് നമ്മൾ ഗൗണിൻ്റെ സ്കേർട്ട് പോർഷൻ, അതായത് താഴത്തെ പോർഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. 2.5 മീറ്റർ വിഡ്ത്താണ്. പിന്നെ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ 2 മീറ്റർ വിഡ്ത്തിലുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലെങ്ത് എന്ന് പറയുന്നത് താഴത്തെ ലെങ്തിനേക്കാളും ഒരു 8 അല്ലെങ്കിൽ 9 ഇഞ്ച് നമ്മൾ കുറച്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ താഴത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മൾ ഒരു 23 ഇപ്പോൾ മോളുടെ ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്തിനെ നമ്മൾ ഇരട്ടിയായിട്ട് എടുത്തിട്ടാണ് അതിനെ മടക്കിയാണ് പ്ലീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മേളത്തെ ലെങ്ത് എടുക്കുമ്പോഴത്തേക്കും, അതായത് ഫസ്റ്റ് ലെയറിലെ ലെങ്ത് എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ 23ൻ്റെ പിന്നെ -8 or 9, അപ്പോൾ അത് കിട്ടുന്നത് ഇപ്പോൾ ഒരു 15ആണ്. ഇപ്പോൾ 8 ഇഞ്ച് കുറയ്ക്കണമെങ്കിൽ 15 കിട്ടും. ആ 15ൻ്റെ കൂടെ വീണ്ടും 15 ആഡ് ചെയ്യുക, അപ്പോൾ 30 ഇഞ്ച്. അതാണ് നമ്മൾ ഫസ്റ്റ് ലെയറിലെ ലെങ്ത്ത്. ഓക്കെ, 2 മീറ്റർ വിഡ്ത്തിലാണ് ലൈനിങ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത്, അതായത് ഗൗണിൻ്റെ താഴത്തെ പോർഷൻ ആ സ്കേർട്ടിന് എത്രയാണോ ലെങ്ത് വരുന്നത് അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ സാറ്റിനും പിന്നെ മെയിൻ ഫാബ്രിക്കും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രാപ്പ് എടുത്തിട്ടുണ്ടല്ലോ, ആ സ്ട്രാപ്പിൻ്റെ ലെങ്ത് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മോളുടെ സ്ട്രാപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. തയ്യൽ തുമ്പൂടെ ചേർത്ത് ഞാൻ 5 ഇഞ്ചായിട്ടാണ് എടുത്തിട്ടുള്ളത്. 1/2 ഇഞ്ച് അപ്പുറം ഇപ്പുറമായിട്ട്, അങ്ങനെ 5 ഇഞ്ച്. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ഷോൾഡറിൻ്റെ അറ്റം ഭാഗം വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ സൈഡിലേക്ക് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ അതിൻ്റെ പുറത്തേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ട് ആ ഷോൾഡറിൻ്റെ പോർഷനും കൈക്കുഴിയുടെ പോർഷനും സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുക്കുക. ഈ ഷോൾഡറിൻ്റെ പോർഷൻ വരുന്നിടവും നമ്മുടെ കൈക്കുഴി വരുന്ന പോർഷനും നെക്കിൻ്റെ പോർഷൻ എല്ലാം കവർ ചെയ്ത് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ തിരിച്ചെടുക്കുക. അപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ അയൺ ചെയ്ത് കൊടുക്കണം നന്നായിട്ട്, ബാക്കും ഫ്രണ്ടും എല്ലാം നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ യോക്ക് പോർഷൻ ബാക്കിലത്തെ യോക്ക് പോർഷൻ്റെ ഫ്രണ്ടുമായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ പോർഷൻ ഫ്രണ്ടിലോട്ട് കറക്റ്റ് ചെയ്ത് വെക്കുമല്ലോ, അതുപോലെ വെച്ചതിന് ശേഷം സ്ട്രാപ്പുകൾ തമ്മിൽ നേരത്തെ വെച്ചതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിലത്തെ ലൈനിങ് വെച്ച് തിരിച്ചെടുക്കുക. 2 വശത്തെയും ലൈനിങ് വെച്ച് തിരിച്ചെടുക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് സിബ് ആണെങ്കിൽ സിബോ അല്ലെങ്കിൽ ഹുക്ക് ആണെങ്കിൽ ഹുക്കോ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഹുക്കിന് വേണ്ടിയിട്ടാണ് വിട്ടിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ബാക്ക് വശം ഇതുപോലെ തിരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ സ്ട്രാപ്പ് നമ്മൾ മുകളിൽ വെക്കാൻ വേണ്ടി തോൾ 2 സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്യുമല്ലോ, അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ അത്രയും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 ബാൻഡ് കൂടെ ബാക്കിലത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. സൈഡ് ജോയിൻ ചെയ്യാനായിട്ട് ലൈനിങ് പാർട്ടുകൾ ബാക്ക് വശത്തെയും ഫ്രണ്ട് വശത്തെയും ഒരുപോലെ എടുത്ത് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഫാബ്രിക്കിൻ്റെ പോർഷനും ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഈ മെത്തേഡാണ് റെഡിമെയ്ഡ് മെറ്റീരിയൽസിലൊക്കെ നമ്മൾ മേടിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ കാണുന്നത് ഈ മെത്തേഡാണ്. ഇതാകുമ്പോഴത്തേക്കും നമ്മൾ ഓവർലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നന്നായിട്ട് കവറായിട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടും ഇരിക്കും. അകത്തെ പോർഷൻ ഇതുപോലെ 2 വശത്തേക്ക് തുറന്നു കൊടുത്തതിന് ശേഷം ലൈനിങ്ങുമായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴത്തെ പോർഷൻ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇത് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ സാധാരണ നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യണ മെത്തേഡ് ഉണ്ടല്ലോ, 2 സൈഡ് പിടിച്ചതായി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഓവർലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റം മടക്കി അടിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് യോക്കിൻ്റെ പോർഷൻ മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആദ്യമേ പോർഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് 1/2 ഇഞ്ച് സെപ്പറേറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ താഴത്തെ ലെയറെല്ലാം ഒന്ന് മടക്കി എടുത്തതിന് ശേഷം ആ ഓപ്പൺ വരുന്ന പോർഷനാണ് നമ്മൾ മുകളിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ 2 ഓപ്പൺ വരുന്ന പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. ഓരോ ലെയറും സെപ്പറേറ്റ് ആണ് പ്ലീറ്റ് ഇട്ട് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് ലെയർ സെപ്പറേറ്റ്, സെക്കൻഡ് ലെയർ സെപ്പറേറ്റ്, പിന്നെ ലൈനിങ് പോർഷൻ സെപ്പറേറ്റ്. അങ്ങനെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ലൈനിങ് പോർഷൻ വരുമ്പോഴത്തേക്കും താഴത്തെ പോർഷൻ മടക്കി അടിച്ചു കൊടുക്കണം. ബാക്കി 2 ഫസ്റ്റ് ലെയറിലും സെക്കൻഡ് ലെയറിലും നമുക്ക് താഴത്തെ പോർഷൻ ഫോൾഡ് ചെയ്ത പോർഷൻ ആയതുകൊണ്ട് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ 2 ഓപ്പൺ ആയിട്ടുള്ള പോർഷൻസ് ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോഡിയുടെ ഷേപ്പ്, അതായത് ആർക്കാണോ സ്റ്റിച്ച് ചെയ്യണം അവരുടെ ബോഡിയുടെ ഷേപ്പ് എത്രയാണോ അത് നമ്മൾ ഓൾറെഡി യോക്ക് അറ്റാച്ച് ചെയ്ത് കറക്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ യോക്കിൻ്റെ അളവൊന്ന് പിടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ബോഡി ഷേപ്പ് കറക്റ്റ് ചെയ്ത് പിടിച്ച് നോക്കിയതിന് ശേഷം ആ അളവിലേക്ക് പ്ലീറ്റ് എടുത്ത് കൊടുക്കുക. പ്ലീറ്റ് എടുത്ത് റൗണ്ടായിട്ട് പിന്നെ സ്കേർട്ട് പോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് വെക്കണം ഓരോ ലെയറും. അപ്പോൾ ഞാനിപ്പം ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും പിന്നെ ലൈനിങ്ങും ഇതുപോലെ പ്ലീറ്റ് ഇട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡ് തമ്മിൽ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ 3 ലെയറും ഫസ്റ്റ് ലൈനിങ്, അതിൻ്റെ താഴെയായിട്ട് പിന്നെ അതിൻ്റെ നടുക്കാണ് സെക്കൻഡ് ലെയർ വരുന്നത് കേട്ടോ. പിന്നെ മേളിലായിട്ട് ഫസ്റ്റ് ലെയർ, അങ്ങനെ കൊടുത്ത് നമ്മൾ കറക്റ്റ് ലെവലിലേക്ക് വെക്കുക. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ബോഡി ഷേപ്പിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സ്കേർട്ടിൻ്റെ പോർഷനും രണ്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കിൽ കൊടുക്കാനുള്ള റോസ് ബോൾ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് യോക്കിൻ്റെ സെൻറ്റർ പോർഷൻ, അതായത് യോക്കിൻ്റെ ഫ്രണ്ടിൻ്റെ സെൻറ്റർ പോർഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം അതേ അളവിലേക്ക് നമ്മളിപ്പം എത്രയാണോ നമുക്ക് ആ ഫ്ലവർ ഒന്ന് പുറത്തോട്ട് ഇങ്ങനെ കുറച്ച് വലുതായിട്ടിരിക്കണം. അപ്പോൾ അത് കണക്കാക്കി നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. ഇപ്പോൾ മോളുടെ അളവിൽ ഞാൻ അവളുടെ യോക്ക് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും 6 ഇഞ്ചിലുള്ള ഒരു റൗണ്ടാണ് ഞാനിപ്പം കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് 2 പോർഷനാണ് വേണ്ടത്. 2 ലൈനിങ് തുണിയാണെങ്കിൽ അല്ലെങ്കിൽ കോട്ടൺ ആണോ ഏതാണെങ്കിലും 2 പോർഷനിൽ കട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് ക്രോസ് പീസാണ് വേണ്ടത്. ഒരു 4 ഇഞ്ച് വിഡ്ത്ത് വീതമുള്ള കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കണം എല്ലാം കൂടെ. ചെറിയ ഫ്ലവേഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് കണക്കാക്കി 3 ഇഞ്ചോ 2 ഇഞ്ചോ എത്രയാണോ നമുക്ക് ഫ്ലവറിൻ്റെ വലിപ്പം വേണ്ടത് അതനുസരിച്ച് നമുക്ക് വിഡ്ത്ത് കൂട്ടണം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ എടുത്ത ആ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ 2 മെറ്റീരിയലും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു ഓപ്പൺ വിടണം. എങ്കിൽ മാത്രമേ നമുക്കത് അകത്തേക്ക് ഉള്ള പോർഷൻ തിരിച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം സൈഡെല്ലാം ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് ആ ഓപ്പണിങ് കൂടി ഈ മെറ്റീരിയലിനെ തിരിച്ചെടുക്കാം വെളിയിലോട്ട്. അപ്പോൾ നല്ല വശം വെളിയിലോട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ അരികൊന്ന് പതിപ്പിച്ചടിച്ചു കൊടുക്കണേ. സൈഡിൽ നമ്മൾ ഓപ്പൺ വിത്ത് പോർഷൻ അകത്തേക്ക് കവർ ചെയ്ത് വെച്ചതിന് ശേഷം അകത്തേക്ക് കയറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള സൈഡെല്ലാം ഒന്ന് പതിപ്പിച്ചടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത ക്രോസ് പീസസ് ഉണ്ടല്ലോ, ആ പീസിനെ ഇതുപോലെ 2 വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി അത് ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ച് പോർഷനാണ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരുന്നത്. ഇനി അതിനുശേഷം നമുക്കിതിൻ്റെ പുറത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം ചെയ്യണത് ആ അരിക് കോണായിട്ട് മടക്കുക. അതായത് തുറന്നിരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് കോണായിട്ട് മടക്കിയതിന് ശേഷം ഈ മെറ്റീരിയലിൻ്റെ സൈഡിലൂടെ നമ്മൾ ആ റൗണ്ട് ഒന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തിരിക്കും പോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മെറ്റീരിയലിൻ്റെ റൗണ്ട് മെറ്റീരിയലിൻ്റെ സൈഡിലൂടെ ഒരു 1/4 ഇഞ്ച് ആദ്യം വിട്ടതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റുകൾ കൊടുത്ത് ഈ ക്രോസ് പീസുകൾ മൊത്തം റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം. ആദ്യമേ തന്നെ പ്ലീറ്റുകൾ കൊടുത്ത് കുറച്ചിട്ടതിന് ശേഷം വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലെ ഇതാ പ്ലീറ്റ്സ് കൊടുത്ത് പോകുന്നുണ്ട്. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരികത്ത് എത്താറാവുമ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ആ സൈഡിൽ തന്നെ വീണ്ടും എത്താറാവുമ്പം അകത്തേക്ക് ഒന്ന് കയറ്റി കുറച്ചൊന്ന് അകത്തേക്ക് കയറ്റിയിട്ട് വേണം വീണ്ടും സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. ഒരുപാട് അകത്തി പ്ലീറ്റ് കൊടുക്കാതിരിക്കുക. കുറച്ച് ചേർത്ത് പ്ലീറ്റ് കൊടുക്കുമ്പോൾ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓരോ റൗണ്ട് നമ്മളിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ പെറ്റൽസിന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തോണേ. കാരണം അടുക്കിയുള്ള റോസ് ഫ്ലവർ പോലെ നമുക്ക് കിട്ടണം. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലും അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതാ ഇത്രയും പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ലാസ്റ്റ് പോർഷൻ എത്തുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ 4 ഇഞ്ച് വിട്ടെന്നുള്ളത് ഒരു 2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ആ സൈഡ് പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി പോർഷൻ നമ്മൾ ചെറിയ ചുരുക്ക് കൊടുത്ത് ഫ്ലവർ ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് സൂചി നൂലും വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് റൗണ്ട് ചെയ്ത് ഓരോ റൗണ്ട് ഇങ്ങനെ കൊടുക്കുന്നതോറും ചെറിയ പ്ലീറ്റ്സ് കൊടുത്ത് സൂചി നൂലും വെച്ച് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ചുരുട്ടി നമ്മൾ അകത്തേക്ക് വെക്കുക. സെൻറ്റർ പോർഷൻ നമ്മൾ കൈകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മെഷീനിൽ ചെയ്യാൻ പറ്റില്ല, പാടാണ്. അതുപോലെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുകയില്ല. കണ്ടോ, ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഇതുപോലെ പതിപ്പിച്ച് പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ നമുക്ക് അകത്തേക്ക് വരുന്തോറും എതളുകൾ ചെറുതാണല്ലോ. അപ്പോൾ ആ എതളുകൾ ചെറുതായി കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വിഡ്ത്ത് കുറച്ച് നമ്മൾ കട്ട് ചെയ്യുന്നത് അവിടെ എത്തുമ്പോഴത്തേക്കും. അപ്പോൾ ബാക്കിയുള്ള പോർഷനെല്ലാം ഫിനിഷിംഗ് ആയിട്ട് നന്നായിട്ട് തയ്ച്ച് പിടിപ്പിക്കുക. കുറച്ചൊക്കെ മുകളിലോട്ട് പൊങ്ങി നിൽപ്പുണ്ടെങ്കിലോ ഇതളുകൾ വ്യത്യാസമായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തയ്ച്ച് ലെവൽ ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ ഫ്ലവർ തയ്ച്ച് പിടിപ്പിക്കുക. ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നതാണ് മോൾക്കൊരു റോസ് ബോൾ ഗൗൺ തയ്ക്കണം എന്നുള്ളത്. ശരിക്കും ഭയങ്കര രസമായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.